ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വേനൽക്കാലത്തും അടുക്കളത്തോട്ടത്തിൽ നിന്ന് നല്ല വിളവ് സ്വന്തമാക്കാം. കഠിനമായ വെയിലിൽ നിന്നും ചെടികൾക്ക് സംരക്ഷണം ലഭിക്കാൻ നിശ്ചിത ഉയരത്തിൽ നെറ്റ് ഒരുക്കുന്നതും പ്രയോജനം ചെയ്യും. ഗ്രോ ബാഗുകളും ചാക്കുകളും ചട്ടികളുമെല്ലാം ശക്തമായ വെയിലിൽ ലഭിക്കുന്ന സ്ഥലത്തു നിന്നും മാറ്റിവെക്കുക. ടെറസിൽ കൃഷി ചെയ്യുന്നവർ മറയൊരുക്കുന്നത് നല്ലതാണ്. ഉച്ചസമയത്ത് ശക്തമായ വെയിലിൽ ചെടികൾ വാടുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. വേനലിൽ കാഠിന്യമേറുന്നതുകൊണ്ട് ദിവസവും 2 നേരം നനയ്ക്കുന്നതാണ് ഈ കാലാവസ്ഥയിൽ ഏറെ ഉചിതം. നനയ്ക്കുമ്പോൾ ഇലകൾ കൂടി നനയുന്ന രീതി വളരെ ഗുണം ചെയ്യും. വൈകുന്നേരങ്ങളിലെ നനയാണ് ചെടികൾക്ക് കൂടുതൽ ഗുണം ചെയ്യുക. ശക്തമായ വേനലിൽ പച്ചക്കറികളുടെ തടം തുറക്കുന്നതും കിളയ്ക്കുന്നതും പരമാവധി ഒഴിവാക്കുക. വേരുകൾക്ക് കിട്ടുന്ന ഏതു ക്ഷതവും ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ കാരണമാകുന്നു. ശക്തമായ വേനലിൽ വളപ്രയോഗം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ച ചാണകം പരമാവധി ഒഴിവാക്കി ഉണങ്ങിയ ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, അടുക്കള മാലിന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റ് തുടങ്ങിയവ വളങ്ങളായി ഉപയോഗിക്കാൻ ശ്രമിക്കണം. വളപ്രയോഗം നടത്തുമ്പോൾ വെള്ളത്തിൽ കലക്കി ദ്രാവക രൂപത്തിൽ തടത്തിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലൂടെ വളം പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേരുകൾക്ക് സാധിക്കും. ഗ്രോ ബാഗിലും ചാക്കിലുമെല്ലാം വളർത്തുന്ന പച്ചക്കറികൾ വേനലിലും നല്ലപോലെ വിളവ് തരാൻ ജൈവലായിനി തെളിക്കുന്നത് സഹായിക്കും. 10 കിലോ പുതിയ പച്ച ചാണകം, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, അത്ര തന്നെ എല്ലുപൊടി എന്നിവ ചേർത്ത് ജൈവലായിനി തയ്യാറാക്കാം. ഇവയെല്ലാം കൂടി ഇരട്ടി വെള്ളം ചേർത്ത് അടച്ചു വെക്കണം. ഓരോ ദിവസം നന്നായി ഇളക്കി 5 ദിവസം കഴിഞ്ഞ് ഇത് 10 ഇരട്ടി വെള്ളം ചേർത്ത് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. പുതിയ തൈകൾ വൈകുന്നേരങ്ങളിൽ മാത്രം മാറ്റി നടുക. കൂടാതെ തൈകൾക്ക് വെയിൽ ഏൽക്കാതിരിക്കാൻ വേരുപിടിക്കുന്ന വരെ തണൽ കൊടുക്കുന്നത് ഏറെ ഗുണം ചെയ്യും.